ഹലോ, ഇന്ന് നമ്മൾ ഗുരുവായൂർ ഏകാദശിക്ക് പോയ വിശേഷങ്ങളാണ് കേട്ടോ പറയാവുന്നത്. ഞാനും അച്ഛനും അമ്മയും മോളും കൂടിയിട്ടാണ് ഗുരുവായൂർക്ക് പോയത്. അച്ഛനും അമ്മയൊന്നും ഇതുവരെ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് പോയിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ പോയിട്ടൊന്നും കണ്ടിട്ടില്ല. അതായത് ഇങ്ങനത്തെ ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോവാന്നുള്ള തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വിചാരിച്ചു പിറ്റേന്ന് പോവാന്നൊക്കെ വിചാരിച്ചത്. അപ്പോൾ വെച്ചു അല്ല ഇന്ന് പോവാം, എന്തായാലും അമ്മയൊന്നും പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പോവാന്ന് വെച്ചിട്ട് പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വേഗം ഒരു 5 മണിക്ക് ആകുമ്പോഴാണ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയത്. 5 മണിക്ക് ആവാറാകുമ്പോൾ അങ്ങോട്ട് പോയി, ബസ്സിൽ പോയി അവിടെ എത്തി. ബസ്സൊക്കെ അങ്ങോട്ട് നീക്കിയിട്ടൊക്കെ നിർത്തിയായിരുന്നു, കാരണം അത്രയും തിരക്കും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ അവിടെ എത്തി, കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നിന്ന് കൊടുത്താൽ മതി, നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. അതേപോലെയുള്ള തിരക്കായിരുന്നു. വരിയാണെങ്കിലും എവിടേക്ക് വരി നിൽക്കണമെന്ന് നമുക്കൊരു പിടുത്തമില്ല. കാരണം ഗുരുവായൂർക്ക് പോയപ്പോൾ എവിടേക്ക് വരി, ഏത് വരിയൊക്കെ എവിടേക്കൊക്കെ പോകണമെന്നുള്ള യാതൊരു രൂപം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജനങ്ങളെ കൊണ്ടുള്ള തിരക്കായിരുന്നു. അതേപോലെ തന്നെ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയിട്ടില്ല. വെച്ചാൽ നമ്മൾ പുറത്തെ നടന്നുള്ളൂ കേട്ടോ, ഉള്ളിലേക്ക് തീരെ കയറാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും തിരക്കാണ്. അവിടേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ മോളേനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇങ്ങനെ ആകെ ഇങ്ങനെ വിമിഷ്ടടിച്ചു തുടങ്ങി, ഇങ്ങനെ ഉന്തും തള്ളും തിക്കൊക്കെ കൂടി വന്നപ്പോഴേ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്കും കൂടി കയറി കഴിഞ്ഞാൽ തീരെ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ നടന്ന് ഗുരുവായൂർ കേശവൻ്റെ അവിടെയൊക്കെ പോയി, അവിടത്തേക്ക് ഫോട്ടോസ് എടുത്ത് അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് എല്ലാം കണ്ട് പിന്നെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതേപോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ തിരിയൊക്കെ ഇട്ടിട്ടേ വിളക്ക് കത്തിക്കണുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇതൊക്കെ ആയപ്പോഴേക്കും പിന്നെ ഈ ലൈറ്റുകളൊക്കെ കത്തിച്ചു തുടങ്ങി. ആദ്യം ഇതൊന്നും കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറേ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കത്തിച്ച് തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ദശാവതാരത്തിൻ്റെ ഇതൊക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എടുക്കാൻ പറ്റില്ല, അങ്ങനെ തിരക്കാണ്. ഇതന്നെ ഒരു വിധത്തിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെയാണ് നിന്നിട്ട് എടുത്തത്. അപ്പോൾ നിങ്ങൾ പോവാത്തവരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഞാൻ ഗുരുവായൂർക്ക് ഏകാദശിയുടെ മുന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അതായത് ആദ്യമൊക്കെ പോയിട്ടുള്ളത് ചേട്ടൻ്റെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഞാനും ഇതുപോലെ ലേറ്റ് അറേഞ്ച്മെൻ്റൊക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഇതിനൊക്കെയുള്ള യന്ത്രൂഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളൊക്കെ ആ ഏകാദശിയുടെ അന്ന് ഇതുവരെ ഗുരുവായൂർക്ക് പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഏകാദശിയുടെ അന്ന് പോണത്. അത് വെച്ചാൽ ഏകാദശിയുടെ അന്നൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും എന്നറിയാം. അത് കാരണമാണ് നമ്മൾ മുന്നൊക്കെ പോവാറ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഇവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ കാരണം എന്നാൽ ശരി പോവാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. എന്തായാലും ഇനി ഒരു വട്ടം പോകണം, ഗുരുവായൂരപ്പനൊക്കെ ഒന്ന് ഉള്ളിൽ കയറി തൊഴണ്ടേ നമുക്ക്. ഈ പ്രാവശ്യം എന്തായാലും പറ്റിയില്ല. ഇനി എന്തായാലും ഒരു വർഷം കൂടി പോയിട്ട് കണ്ണനെ നേരിൽ കണ്ട് ഒന്ന് തൊഴുതിട്ട് ഒക്കെ ആയിട്ട് വരണം. പിന്നെ